കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത നേതൃസംഗമം കൽപ്പറ്റ ഡീപോൾ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. പഠന ശിബിരം മാനന്തവാടി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പോൾ മുണ്ടോളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സഭയുടെ സാമുദായിക ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് മാറണമെന്നും സഭ നേരിടുന്ന അവഗണനയും വെല്ലുവിളിയും നേരിടാൻ സജ്ജമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. രൂപത വൈസ് പ്രസിഡന്റ് ഗ്ലാഡിസ് ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോസ് മാത്യു പുഞ്ചയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ബീന കരിമാങ്കുന്നേൽ, രൂപത ഡയറക്ടർ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ESI കരട് വിജ്ഞാപനത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. തുടർച്ചയായി 2014-ലും 2015-ലും 2017-ലും 2010-ലും 2022-ലും കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷവും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ 6ാം പ്രാവശ്യം 2024 ജൂലൈ 31-ന് വീണ്ടും കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണെന്ന് ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ, പ്രസിഡന്റ് ചാക്കോ കാളമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ എന്നീ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ഉടൻ പരിഹരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി ദുർബല പ്രദേശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നബാധിത മേഖലകളിലെ MP-മാരെയും MLA-മാരെയും ഉൾപ്പെടുത്തി ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ESI വിടുതൽ സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പാറത്തോട് മലനാട് ഓഡിറ്റോറിയത്തിൽ 17-ന് രാത്രി 7:30-ന് ഇൻഫാം കാഞ്ഞിരപ്പള്ളി കർഷക ജില്ല സംഘടിപ്പിക്കുന്ന ESI വിടുതൽ സന്ധ്യയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, MP-മാരായ ആന്റോ ആന്റണി, ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുക്കും. ജനവാസ മേഖലകളെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ഒപ്പിട്ട ഭീമ ഹർജിയും ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവും യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് ഇൻഫാം കൈമാറും. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടയടക്കൽ നടന്നു. സ്ലീബ പെരുന്നാൾ ദിനമായ ഇന്ന് രാവിലെ 7:30-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ജ്ഞാനായ അതിഭദ്രാസനം കല്ലിശ്ശേരി മേഖലാധിപൻ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകുന്നേരം 5-ന് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ജ്ഞാനായ അതിഭദ്രാസനം റാന്നി മേഖലാധിപൻ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടയടക്കൽ ശുശ്രൂഷകൾ നടത്തി. പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു അഭിപ്രായപ്പെട്ടു. മാനന്തവാടി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കത്തോലിക്ക സഭ ദുരന്തബാധിതരുടെ അക്കൗണ്ടിലേക്ക് 9,500 രൂപ വീതം നൽകി വരുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടവരുടെ പുനരധിവാസം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തുവരികയാണെന്നും കത്തോലിക്ക സഭയടക്കം സഹകരിക്കുവാൻ തയ്യാറായ മുഴുവൻ പങ്കാളികളെയും ഉൾപ്പെടുത്തി മാതൃകാപരമായ രീതിയിൽ സമയബന്ധിതമായി പുനരധിവാസം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനം ഡിസംബർ 11 മുതൽ 14 വരെ തോമാപുരത്ത് നടക്കും. അതിനു മുന്നോടിയായി 600-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. തോമാപുരം, ചെറുപുഴ, മാലോ, വെള്ളരിക്കുണ്ട് എന്നീ ഫൊറോനകളാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുഖ്യ നേതൃത്വം വഹിക്കുന്നത്. പ്രസ്തുത ഫൊറോനകളിലെ വൈദികരും സന്യാസ വൈദികരും ഓരോ ഇടവകകളിലെ ഭരണസമിതി അംഗങ്ങളും മദർ സുപ്പീരിയർമാരും ഉൾപ്പെടെയുള്ള ഫൊറോന പാസ്റ്ററൽ കൌൺസിൽ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തി പടവിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തോമാപുരം ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. വെള്ളരിക്കുണ്ട് ഫൊറോന വികാരി ഫാദർ ജോൺസൺ അന്ത്യാംകുളം, മാലം ഫൊറോന വികാരി ഫാദർ ജോസഫ് തൈക്കുന്നുംപുറം, ചെറുപുഴ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ, വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ചുകൊണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി സാമൂഹ്യ അവബോധ പഠന ശിബിരം സംഘടിപ്പിച്ചു. തെള്ളകം ചൈതന്യയിൽ നടന്ന പഠന ശിബിരം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പരിപാടിയുടെ ഭാഗമായി സാമൂഹിക അവബോധ ബോധവൽക്കരണ ക്ലാസും ഭിന്നശേഷിക്കാർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്ധബധിര വൈകല്യമുള്ള വ്യക്തികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർക്കായി ലഭ്യമാക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും സെമിനാർ സംഘടിപ്പിച്ചു. നെട്ടൂർ വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ആരംഭിച്ചു. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ശേഷം ജൂബിലി ഹാളിനോട് ചേർന്ന മിനി ഹാൾ അഭിമന്യ പിതാവ് ആശീർവദിച്ചു. തിരുനാൾ ദിനമായ നാളെ വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു കല്ലിങ്കൽ ദിവ്യബലി അർപ്പിക്കുകയും ഫാദർ എബി ജൂബിൻ ജോസ് വാര്യത്ത് വചന സന്ദേശം നൽകുകയും ചെയ്യും.
JCI കൂരാച്ചുണ്ടിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് MVR ആശുപത്രിയുമായി സഹകരിച്ച് കൂരാച്ചുണ്ടിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡാർവിൻ മലേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി, സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ബിജു, മാത്യു ജിതിൻ പതിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് JCI കൂരാച്ചുണ്ടിന് MVR നൽകിയ വീൽചെയർ JCI സാന്ത്വനം പാലിയേറ്റീവിന് കൈമാറി. പരുമല സെമിനാരിയിൽ സ്ലീബ പെരുന്നാൾ കൊണ്ടാടി. സെമിനാരിയിൽ നടന്ന സ്ലീബ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ്, അഭിവന്യ യൂഹാനാൻ മാർ പൗളിക്കാർപ്പോസ്, അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് എന്നീ മെത്രാപ്പൊലീത്തമാർ സഹകാർമ്മികരായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ദൈവശാസ്ത്ര പഠനങ്ങൾക്കനുസൃതമായി തിയോളജി ഓഫ് ബോഡി സർട്ടിഫൈഡ് സ്പീക്കറായ ബാബു ജോൺ MSA UID നേതൃത്വത്തിൽ ശരീരത്തിന്റെ ദൈവശാസ്ത്ര വളർച്ചാ ധ്യാനമായ ലായൽ സംഘടിപ്പിക്കുന്നു. ദൈവശാസ്ത്രപരമായും സഭാ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും നടത്തപ്പെടുന്ന ധ്യാനം പാലക്കാട് മുണ്ടൂർ സീനായ് ധ്യാന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 29 വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് ഒക്ടോബർ 2 സമാപിക്കും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.